ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി മോമോസാണ്. അപ്പോൾ നമുക്ക് നേരെ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് മോമോസ് ഉണ്ടാക്കാൻ വേണ്ടി വലിയൊരു ബൗൾ എടുക്കാം. അപ്പോൾ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിലുള്ള മൈദ എടുക്കാം. ഞാനിപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദയിലേക്ക് കുറച്ച് ഉപ്പിട്ട് ചപ്പാത്തിക്ക് വേണ്ടി കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. അയ്യോ, ഞാൻ പറയാൻ വേണ്ടി മറന്നുപോയി, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് വേണം കേട്ടോ കുഴയ്ക്കാൻ. കുഴച്ച് കഴിഞ്ഞ് ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് അടച്ച് വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമുക്കിത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടി വെക്കണം. ഒരു ബോൾ എടുത്ത് കുറച്ച് പൊടിയിട്ട് ചപ്പാത്തി പരത്തണമെന്ന് പരത്താം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പരത്തുമ്പോൾ അധികം തിന്നാവാൻ വേണ്ട, അധികം തിക്കാവാൻ വേണ്ട. മോമോസിൻ്റെ ഫില്ലിങ്സിന് വേണ്ടി നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്ത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. അതിൽ ക്യാബേജും ഒനിയനും മസ്റ്റായിരിക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഓരോ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസൊക്കെ നന്നായി മിക്സായി വന്നതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റം പനീർ ഇട്ട് കൊടുക്കാം. പനീറൊക്കെ ഇട്ട് നന്നായി മിക്സായി വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ബ്ലാക്ക് പെപ്പറും ഇട്ട് കൊടുക്കാം. മിക്സ് ചൂടാറിയതിന് ശേഷം ചപ്പാത്തി പോലെ പരത്തി വെച്ചിരിക്കുന്ന മോമോസിൻ്റെ ഷീറ്റിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മോമോസ് ആവാൻ വേണ്ടി ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് വരുമ്പോൾ മുകളിലത്തെ ബാക്കി വരുന്ന ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇഡ്ഡലിപ്പാത്രം എടുത്ത് നമ്മുടെ മോമോസ് എല്ലാം നമുക്ക് സ്റ്റീം ചെയ്യാൻ വെക്കാം. സ്റ്റീം ചെയ്ത മോമോസും അതിൻ്റെ സ്പെഷ്യൽ ചട്നിയും കൂടി കഴിക്കും എൻ്റെ സാറേ, അത് വേറെ ലെവലാണ്. അപ്പം ഇന്നത്തെ മോമോസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ അനേബിൾ ചെയ്യുക. ദിസ് ഈസ് മീ ഗോപിക, സൈനിങ് ഓഫ്.